ഹലോ പീപ്പിൾ, ദീപൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2022 മെയ് 18 ലീ സങ് യങ് സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ക്രൈം കൊറിയൻ ചിത്രമാണ് ദി റൗണ്ട് അപ്പ് എന്നുള്ള ചിത്രം. കേന്ദ്ര കഥാപാത്രമായി എത്തിയിരിക്കുന്നത് നമ്മുടെ ഡോങ്ലിയാണ്. ബാഡോ സിയോക്ക് എന്നുള്ള നായകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു 1 man ഷോ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ സിനിമ ഏകദേശം 1 മണിക്കൂറും 47 മിനിറ്റും റണ്ണിങ് ടൈം വരുന്ന സിനിമ, ഒരു ഗംഭീര സിനിമ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ സിനിമയുടെ ഒരു പ്രധാന കഥയെന്ന് പറയുന്നത് വിയറ്റ്നാം എന്ന് പറയുന്ന രാജ്യത്ത് ഒരുപാട് കൊലയും ഇങ്ങനെ നടക്കുകയാണ്. ഒരുപാട് ടൂറിസ്റ്റുകളുടെ നേരെയാണ് ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പം ആ കൊലയും നിർത്താൻ വേണ്ടി കൊറിയയിൽ നിന്ന് ഒരു പോലീസ് ഓഫീസറിനെ ഈ കുറ്റാന്വേഷണം കണ്ടുപിടിക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ നായകൻ ഇവിടെ വന്ന് എത്തുക. അപ്പം ഇതാരെന്ന് കണ്ടുപിടിക്കുകയും അവനെ ശിക്ഷിക്കുകയാണ് സിനിമയുടെ ഒരു 1 line സ്റ്റോറി എന്ന് പറയുന്നത് ദി റൗണ്ട് അപ്പ് എന്നുള്ള സിനിമ. ഇത് ഫസ്റ്റ് പാർട്ടിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു സിനിമയല്ല, സെക്കൻഡ് പാർട്ടും ഇപ്പോൾ തേർഡ് പാർട്ടും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പാർട്ടാണ് കാണുന്നത്. ഫസ്റ്റ് പാർട്ടിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേറെ ലെവൽ തന്നെയാണ്. കാരണം ഇതിലൊരു കണ്ടിരിക്കാൻ പറ്റിയൊരു ഗംഭീര സിനിമയാണ്. കാരണം ഇതിൽ ആക്ഷൻ സീക്വൻസ്, ആ ക്യാമറ വർക്ക്സ്, ഇങ്ങനെ പഞ്ചിൻ്റെ പവർ എങ്ങനെയാണെന്ന് കാണിച്ചു തരികയാണ്. ഒരു ഇടിക്കാണ് ഒരുത്തിൻ്റെ എല്ലൊക്കെ ഇങ്ങനെ ഒടിയണത്. അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഉള്ള ആക്ഷൻസ് ഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നല്ലൊരു ക്രൈം ആക്ഷൻ മൂവി തന്നെ പറയേണ്ടിയിരിക്കുന്നു. സൗത്ത് കൊറിയ മൂവിക്ക് ഭയങ്കര ഡിമാൻഡാണ് ഇപ്പോൾ എവിടെയായാലും. കൊറിയ മൂവീസ് എല്ലാം ഭയങ്കര ഡിമാൻഡാണ് ഇപ്പോൾ എല്ലായിടത്തും. അപ്പം അതേപോലത്തെ ഒരു നല്ലൊരു മൂവി തന്നെയാണ് ദി റൗണ്ട് അപ്പ് എന്നുള്ള സിനിമ. കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആമസോൺ പ്രൈം വീഡിയോ വഴി ലഭ്യമാണ്. എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു വ്യക്തിപരമായിട്ട്. ഇനി നിങ്ങളാണ് കണ്ടിട്ട് പറയേണ്ടത് ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്ന്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ റൗണ്ട് അപ്പ് സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്.